റാപ്പർ വേടനെ അധിക്ഷേപിച്ച കെ പി ശശികല. റാപ്പർ വേടൻ കഞ്ചാവോളിയാണെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പറഞ്ഞു. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല അധിക്ഷേപിച്ചു. സച്ചിൻ വള്ളിക്കട ഇറക്ക റിപ്പോർട്ട് കാണാം. അസിത, റാപ്പർ വേടനെതിരെയുള്ള സംഘപരിവാറിന്റെ ആക്രമണം തുടരുകയാണ്. ഇന്ന് പാലക്കാട് നടന്ന ധർണയിൽ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള കെ പി ശശികല റാപ്പർ വേടനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പാലക്കാട് നടത്തിയിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗാനങ്ങളാണ് റാപ്പർ വേടൻ്റേത് എന്നും അതേപോലെ തന്നെ കഞ്ചാവ് വോളിയനാണ് റാപ്പർ വേടൻ എന്നും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള കെ പി ശശികല. വലിയ റാപ്പർ വേടനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയാണ് പാലക്കാട് ഇന്ന് നടത്തിയിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജ്യം അപമാനിക്കപ്പെടുന്നത്. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. റാപ്പർ വേടനെതിരെയുള്ള കെ പി ശശികലയുടെ അധിക്ഷേപത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കാരണം പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു കലാകാരനാണ് റാപ്പർ വേടനെന്നും ആ റാപ്പർ വേടനെ വലിയ സവർണ മനോഭാവത്തോടു കൂടെ സംഘപരിവാർ ആക്രമിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്നും പാലക്കാട് കെ പി ശശികലയുടെ നേതൃത്വത്തിൽ റാപ്പർ വേടനെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയിട്ടുള്ളത് എന്ന കാര്യവും ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം റാപ്പർ വേടനെതിരെയുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കേസരിയുടെ മുൻ പത്രാധിപൻ കൂടിയായിട്ടുള്ള ആളൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപ പ്രസംഗം റാപ്പർ വേടനെതിരെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പാലക്കാട് നടന്ന റാപ്പർ വേടന്റെ പരിപാടിക്കെതിരെ പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്ന നഗരസഭയും പരാതി നൽകിയിരുന്നു. സച്ചിൻ വള്ളിക്കടാണ് വിവരങ്ങൾ നൽകിയത്.